നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നൊരു മോക്ക് ടെസ്റ്റ് ആണേ. നമ്മളിപ്പോൾ ഈ 10th മെയിൻസിന്റെ 100 ഡേയ്സ് ടൈം ടേബിളിൽ കവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ. അപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയാണ്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയെ പറ്റി PSC ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളും പിന്നെ അതിന്റെ കണക്റ്റഡ് ഫാക്ട്സും അടങ്ങുന്ന ഒരു മോക്ക് ടെസ്റ്റ്. അപ്പൊ നിങ്ങൾ പരീക്ഷയായിട്ട് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക, അതിനുശേഷം അതിന്റെ കണക്റ്റഡ് ഫാക്ട്സ് ഞാൻ പറയുന്നതായിരിക്കും. അപ്പൊ ക്ലാസ്സിൽ വെച്ച് തന്നെ പഠിച്ചു പോവാം. അപ്പോൾ എന്തായാലും ടെസ്റ്റിലോട്ട് പോവാം. ടിപ്സ് ആൻഡ് ട്രിക്സ് ഫാമിലിയിലോട്ട് എല്ലാവരെയും വെൽക്കം ചെയ്യുവാണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. തുടങ്ങിയാലോ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയെ ബേസ് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് കണക്റ്റഡ് ഫാക്ട്. ആദ്യത്തെ ചോദ്യം, പുതിയ ഭരണഘടന ഉണ്ടാക്കുന്നതിന് വേണ്ടി എന്നാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ പ്രഥമ യോഗം ചേർന്നത്? ഓപ്ഷൻ നോക്കുക, ഉത്തരം എഴുതുക. ഈ ചോദ്യം ചോദിച്ചത് മെയിൽ ഫീമെയിൽ വാർഡൻ 2009. ഉത്തരം എ ആണ്. 1946 ഡിസംബർ 9. 1946 ഡിസംബർ 9 പുതിയ ഭരണഘടന ഉണ്ടാക്കുന്നതിന് വേണ്ടി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ആദ്യത്തെ യോഗം, പ്രഥമ യോഗം ചേർന്നത്. അപ്പം ഭരണഘടനാ നിർമ്മാണ സഭ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ പ്രഥമ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9 തിങ്കളാഴ്ചയായിരുന്നേ. തിങ്കളാഴ്ച രാവിലെ 11 മണിക്കാണ് ഇങ്ങനെയൊരു യോഗം, ഇങ്ങനെയൊരു സമ്മേളനം നടന്നത്. ഈ ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം ആകെ എത്ര പേരുണ്ടായിരുന്നു? 207 പേരാണ് ഉണ്ടായിരുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ പങ്കെടുത്തവർ ആകെ 207 പേർ. അതിൽ വനിതകൾ 9 പേരാണ്. വനിതകൾ 9 പേരാ ഉണ്ടായിരുന്നത്. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിന്റെ വേദി എവിടെയായിരുന്നു? പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ വെച്ചിട്ടാണ് ഇങ്ങനൊരു ആദ്യത്തെ സമ്മേളനം നടന്നത്. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം അവസാനിച്ചതെന്ന 1946 ഡിസംബർ മാസം 23 പ്രഥമ സമ്മേളനം അവസാനിച്ചത്. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയാണ്. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് ഭരണഘടനാ നിർമ്മാണ സഭയാണ്. ഈ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകാൻ കാരണമായ മിഷൻ അല്ലെങ്കിൽ ദൗത്യം ഏതാ? ക്യാബിനറ്റ് മിഷനാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകാൻ കാരണമായ ദൗത്യം. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് 1946 നവംബർ മാസമാണ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് 1946 നവംബർ മാസമാണ്. ഈ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങളും അടങ്ങുന്നതായിരുന്നു ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭ. തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും ഉണ്ടായിരുന്നു, നോമിനേറ്റഡ് മെമ്പേഴ്സും ഉണ്ടായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയിലെ 389 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. 389 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ത്യ പാക് വിഭജനത്തിനു ശേഷം പാകിസ്ഥാൻ പ്രദേശത്ത് ഉൾപ്പെട്ട അംഗങ്ങൾ പിരിഞ്ഞു പോയതോടുകൂടി അംഗസംഖ്യ 299 കുറഞ്ഞു. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ 389 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യ പാക് വിഭജന ശേഷം പാകിസ്ഥാൻ പ്രദേശത്ത് ഉൾപ്പെട്ട അംഗങ്ങൾ പിരിഞ്ഞു പോയതോടുകൂടി അംഗസംഖ്യ 299 കുറഞ്ഞു. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയിൽ നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള അംഗങ്ങൾ എത്ര പേരായിരുന്നു? 93 പേർ. 93 പേരാണ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ്, നാട്ടുരാജ്യങ്ങളിൽ നിന്ന് ഉണ്ടായിരുന്നത്. വിഭജന ശേഷം 70 പേരാണ് ഉണ്ടായിരുന്നത്. 70 പേർ. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും ഉണ്ടായിരുന്നു, നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങളും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ. ഇതിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ എത്ര പേരുണ്ടായിരുന്നു? 296 ആയിരുന്നു തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. ഈ 296 പേർ എങ്ങനെയായിരുന്നെന്ന് അറിയാവോ? 11 ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്ന് 292 പേരുണ്ടായിരുന്നു. 11 ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്ന് 292 പേർ. പിന്നെ ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളിൽ നിന്ന് 4 പേർ. അങ്ങനെയാണ് ആകെ മൊത്തം 296 പേർ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളായിട്ട് വന്നത്. ഈ രൂപീകൃതമാകുമ്പോഴേ ഭരണഘടനാ നിർമ്മാണ സഭയിലുണ്ടായിരുന്ന വനിതകളുടെ എണ്ണം എത്രയായിരുന്നു? രൂപീകൃതമാകുമ്പോൾ 17 വനിതകൾ, വിഭജനത്തിന് ശേഷം 15 വനിതകൾ. അപ്പൊ ഇത്രയൊക്കെയാണ് കണക്ക് വരുന്നത്.
ഇനി പാകിസ്ഥാന്റെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായ 2 വനിതകൾ ആരൊക്കെ? പാകിസ്ഥാനും ഭരണഘടനയുണ്ടായിരുന്നു. പാകിസ്ഥാന്റെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായ 2 വനിതകൾ ആരൊക്കെയായിരുന്നു? ബീഗം ജഹനാര ഷാനവാസ്, ബീഗം ജഹനാര ഷാനവാസ്, ബീഗം ഷൈസ്ത സുഹ്രാവർദി ഇക്രാമുള്ള, ഷൈസ്ത സുഹ്രാവർദി ഇക്രാമുള്ള, ബീഗം ജഹനാര ഷാനവാസ് എന്നിവരായിരുന്നു പാകിസ്ഥാന്റെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായ 2 വനിതകൾ. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന പാർട്ടി ഏതായിരുന്നു? കോൺഗ്രസ് ആയിരുന്നു. കോൺഗ്രസ് 208 സീറ്റിലായിരുന്നു കോൺഗ്രസ്. മുസ്ലിം ലീഗ് 73 സീറ്റിലും മറ്റുള്ളവർ 15 സീറ്റിലുമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഭൂരിപക്ഷം നേടിയ പാർട്ടി കോൺഗ്രസ് 208 സീറ്റുകൾ, മുസ്ലിം ലീഗ് 73 സീറ്റ്, മറ്റുള്ളവർ 15 സീറ്റ്. ഏറ്റവും അധികം അംഗങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട പ്രവിശ്യ ഏതായിരുന്നു? യുണൈറ്റഡ് പ്രോവിൻസ് ആണ്. യുണൈറ്റഡ് പ്രോവിൻസിൽ നിന്ന് 55 പേരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇനിയില്ലേ 4 പേര് ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളിൽ നിന്ന് ഉണ്ടായിരുന്ന ആൾക്കാരാന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഈ ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളിൽ നിന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായവർ ആരൊക്കെയാ? ഡൽഹിയിൽ നിന്ന് ദേശബന്ധു ഗുപ്ത, അജ്മീർ മേർവാരയിൽ നിന്ന് മുകുദ് ബിഹാരി ലാൽ ഭാർഗവ, കൂർഗിൽ നിന്ന് CM പൂനാച്ച, ബലൂചിസ്ഥാനിൽ നിന്നും ഖാൻ അബ്ദുസ് സമദ് ഖാൻ. അപ്പൊ ഡൽഹിയിൽ നിന്ന് ആരായിരുന്നു? ദേശബന്ധു ഗുപ്തയായിരുന്നു. അജ്മീർ മേർവാരയിൽ നിന്ന് മുകുദ് ബിഹാരി ലാൽ ഭാർഗവയായിരുന്നു. കൂർഗിൽ നിന്ന് CM പൂനാച്ചയും ബലൂചിസ്ഥാനിൽ നിന്നും ഖാൻ അബ്ദുസ് സമദ് ഖാനും ആയിരുന്നു. ഓക്കെ, അടുത്ത ചോദ്യം. നെയിം ദ പ്രസിഡന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഓഫ് ഇന്ത്യ. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ പ്രസിഡന്റ് ആരായിരുന്നു? ഓപ്ഷൻ നോക്കുക. രാജേന്ദ്ര പ്രസാദ്, BR അംബേദ്കർ, സച്ചിദാനന്ദ സിൻഹ, BN റാവു. ഈ ചോദ്യം ചോദിച്ചത് 2018 സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്കാണ്. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം A, രാജേന്ദ്ര പ്രസാദ് ആണ് പ്രസിഡന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഓഫ് ഇന്ത്യ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അദ്ദേഹത്തെ എന്നാണ് സ്ഥിരം അധ്യക്ഷനായിട്ട് തെരഞ്ഞെടുത്തത്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തിരഞ്ഞെടുക്കപ്പെട്ടത് 1946 ഡിസംബർ മാസം 11-നാണ്. ഡിസംബർ 11. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിലെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിലെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. താൽക്കാലിക അധ്യക്ഷനും ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ തന്നെയാണ്. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാർ ആരൊക്കെയായിരുന്നേ? HC മുഖർജിയും VT കൃഷ്ണമാചാരിയുമായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാർ. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയുടെ സെക്രട്ടറി ആരായിരുന്നു? HVR അയ്യഗാർ ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ സെക്രട്ടറി. ഈ ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ആരാ? JB കൃപലാനിയാണ് ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത്. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഭരണഘടനാ ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ ആരായിരുന്നു? ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ SN മുഖർജി. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഭരണഘടനാ ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ ആയിരുന്നത് SN മുഖർജി ആയിരുന്നു. SN മുഖർജി. അടുത്ത ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാതിരുന്ന വ്യക്തി ആര്? ഗോപാലസ്വാമി അയ്യഗാർ, KM മുൻഷി, N മാധവറാവു, ഗോപാൽ പ്രഭു. ഈ ചോദ്യം ചോദിച്ചത് WPC 2016. എഴുതിക്കോളൂ. ഉത്തരം D ആണ്. ഗോപാൽ പ്രഭു ആയിരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാതിരുന്നത്. ഈ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഭരണഘടനയുടെ കരട് രൂപം സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചതെന്ന 1947 ഓഗസ്റ്റ് 29. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചത് 1947 ഓഗസ്റ്റ് 29. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ എത്ര പേരാ ഉണ്ടായിരുന്നത്? 7 അംഗങ്ങളാണ് ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ BR അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. 1948 ഫെബ്രുവരിയിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യ ഡ്രാഫ്റ്റ് തയ്യാറാക്കപ്പെട്ടത്. 1948 ഫെബ്രുവരിയിൽ.
ഈ ആദ്യ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയിട്ടേ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഈ ഡ്രാഫ്റ്റിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങളും വിമർശനങ്ങളും അറിയിക്കുന്നതിന് വേണ്ടി 8 മാസം സമയം നൽകിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പൊതുജനങ്ങളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പരിഷ്കരിച്ച ഒരു രണ്ടാം ഡ്രാഫ്റ്റ് 1948 ഒക്ടോബറിൽ പ്രസിദ്ധീകരിച്ചു. ഒക്ടോബറിൽ. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ അവസാന ഡ്രാഫ്റ്റ് അംബേദ്കർ അവതരിപ്പിച്ചത് എന്നാ? 1948 നവംബർ 4-നാണ് അവസാന ഡ്രാഫ്റ്റ് അംബേദ്കർ അവതരിപ്പിച്ചത്. 1948 നവംബർ 4-നാണ് ഫസ്റ്റ് റീഡിംഗ്. പിന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ സെക്കൻഡ് റീഡിംഗ് നടന്നത് 1949 ഒക്ടോബർ 17-നാണ്. സെക്കൻഡ് റീഡിംഗ് നടന്നത് 1949 ഒക്ടോബർ 17. പിന്നെ മൂന്നാമത്തെയും അവസാനത്തെയും റീഡിംഗ് നടന്നത് 1949 നവംബർ 14-നാണ്. എന്നിട്ട് 1949 നവംബർ 26-ന് അത് അവസാനിക്കുകയും ചെയ്തു. അപ്പൊ മൂന്നാമത്തെയും അവസാനത്തെയുമായ റീഡിംഗ് നടന്നത് 1949 നവംബർ 14-ന് തുടങ്ങി 1949 നവംബർ 26-ന് അവസാനിച്ചു. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? BR അംബേദ്കർ ആണ് ചെയർമാൻ എന്ന് പറഞ്ഞു. പിന്നെ KM മുൻഷി ഉണ്ടായിരുന്നു, മുഹമ്മദ് സാദുള്ള ഉണ്ടായിരുന്നു, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ ഉണ്ടായിരുന്നു, N ഗോപാലസ്വാമി അയ്യഗാർ ഉണ്ടായിരുന്നു, DP ഖെയ്താനും BL മിത്തറും ആണ് ഉണ്ടായിരുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ 7 അംഗങ്ങൾ ആരൊക്കെയാ? BR അംബേദ്കർ, KM മുൻഷി, മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, N ഗോപാലസ്വാമി അയ്യഗാർ, DP ഖെയ്താൻ, BL മിത്തർ. ഇതില് DP ഖെയ്താന്റെ മരണം നിര്യാണത്തിന് ശേഷം TT കൃഷ്ണമാചാരിയാണ് മെമ്പറായത്. അപ്പൊ അന്തരിച്ച ഖെയ്താന് പകരമായി TT കൃഷ്ണമാചാരി വന്നു. പിന്നെ BL മിത്തർ രാജിവെച്ചായിരുന്നു. അപ്പൊ രാജിവെച്ച മിത്തറിന് പകരം N മാധവറാവു, മിത്തറിന് പകരം മാധവറാവുവും ഖെയ്താന് പകരം DP ഖെയ്താന് പകരം TT കൃഷ്ണമാചാരിയുമാണ് അംഗങ്ങളായത്. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വിശേഷിപ്പിച്ചതാരാ? നസറുദ്ദീൻ അഹമ്മദ്. നസറുദ്ദീൻ അഹമ്മദ് ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വിശേഷിപ്പിച്ചത്. 4-ാമത്തെ ചോദ്യം. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വാസ് അഡോപ്റ്റഡ് ബൈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഓൺ. ഓപ്ഷൻ നോക്കുക, ഉത്തരം എഴുതുക. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് 2018 ചോദിച്ച ചോദ്യമാണ്. ഉത്തരം B 1949 നവംബർ 26. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അഡോപ്റ്റ് ചെയ്തത് 1949 നവംബർ 26-നാണ്. അപ്പം ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി മാറിയതെന്ന? ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി മാറിയത് 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയാണ്. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി മാറിയത്. ഒരു നിയമനിർമ്മാണ സഭയെന്ന നിലയ്ക്ക് ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യമായി സമ്മേളിച്ചത് 1947 നവംബർ 17-നാണ്. ഒരു നിയമനിർമ്മാണ സഭ എന്ന നിലയ്ക്ക് ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യമായി സമ്മേളിച്ചത് 47 നവംബർ 17. ഈ സമ്മേളനത്തിൽ വെച്ച് GV മാവലങ്കാറിനെ സ്പീക്കറായിട്ട് തെരഞ്ഞെടുത്തു. GV മാവലങ്കാറിനെ സ്പീക്കറായി തെരഞ്ഞെടുത്തു. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം നടന്നത് 1950 ജനുവരി 24-നാണ്. 1950 ജനുവരി 24-നാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം നടന്നത്. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെച്ചതെന്ന? അത് 1950 ജനുവരി 24. ഒപ്പുവെച്ചത് 1950 ജനുവരി 24-നാണ്. ഭരണഘടനയിൽ ഒപ്പുവെച്ച അംഗങ്ങൾ എത്ര പേരായിരുന്നു? 284 പേരാണ് ഒപ്പുവെച്ചത്. ഓക്കെ, അടുത്ത ചോദ്യം. സെക്രട്ടറി ബ്ലോക്ക് പഞ്ചായത്ത് 2018 ചോദിച്ച ചോദ്യമാണ്. ഓൺ ഡാഷ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കെയിം ഇൻ ടു ഫോഴ്സ്. ഓപ്ഷൻ നോക്കുക, ഉത്തരം എഴുതാം. D ആണ്. കെയിം ഇൻ ടു ഫോഴ്സ് നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ 26/1/1950. 1950 ജനുവരി 26. ഇന്ത്യ റിപ്പബ്ലിക് ആയതും അന്നാണ് 1950 ജനുവരി 26. ഇന്ത്യ റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത് ജനുവരി 26 ഇനി ദേശീയ നിയമദിനം എന്ന നവംബർ 26 ദേശീയ നിയമ ദിനം. ദേശീയ ഭരണഘടനാ ദിനവും എന്നാണ് നവംബർ 26 ഇനി ഈ ജനുവരി 26 ഈ റിപ്പബ്ലിക് ദിനമായി ആചരിക്കാനുള്ള കാരണം എന്താ? 1929 ഡിസംബർ 31 അർദ്ധരാത്രി ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൽ പാസാക്കിയ പൂർണ്ണ സ്വരാജ്
തീരുമാനത്തെ തുടർന്നാണ് 1930 ജനുവരി 26 ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിച്ചത്. ഇതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ജനുവരി 26 റിപ്പബ്ലിക് ദിനമായി തിരഞ്ഞെടുത്തത്. 1929 ഡിസംബർ 31 അർദ്ധരാത്രി ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൽ പാസാക്കിയ പൂർണ്ണ സ്വരാജ് തീരുമാനത്തെ തുടർന്ന് 1930 ജനുവരി 26 ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിച്ചു. ഇതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ജനുവരി 26 റിപ്പബ്ലിക് ദിനമായി തിരഞ്ഞെടുത്തത്. ഇനി ഭരണഘടന തയ്യാറാക്കാൻ എത്ര സമയമെടുത്തു? 2 വർഷം 11 മാസം 18 ദിവസം. 2 വർഷം 11 മാസം 18 ദിവസം. പക്ഷെ PSC ചില ആൻസർ കീസിൽ 17 ദിവസം എന്നും കൊടുക്കുന്നുണ്ട്. 2 വർഷം 11 മാസം 18 ദിവസം. PSC 17 ദിവസം എന്ന് ഉത്തരം കൊടുക്കുന്നുണ്ട്. ഇനി ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണത്തിന് ചെലവായ തുക എത്രയാ? 64 ലക്ഷം രൂപയാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണത്തിന് ചെലവായ തുക. ഇനി മൊത്തം 11 സെഷനുകളിലായിട്ട് ഭരണഘടനാ നിർമ്മാണ സഭ സമ്മേളിച്ചത് എത്ര ദിവസമാണ്? 165 ദിവസമാണ്. 165 ദിവസം. ഇതിൽ 114 ദിവസം ഡ്രാഫ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത്. അപ്പം മൊത്തം 11 സെഷനുകളിലായിട്ട് ഭരണഘടനാ നിർമ്മാണ സഭ ആകെ 165 ദിവസമാണ് സമ്മേളിച്ചത്. ഇതിൽ 114 ദിവസം ഭരണഘടനാ ഡ്രാഫ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത്. ഇനി പൗരത്വം, ഇലക്ഷൻ, പ്രൊവിഷണൽ പാർലമെന്റ് എന്നിങ്ങനെയുള്ള വ്യവസ്ഥകൾ അടങ്ങുന്ന ഭരണഘടനയുടെ അനുച്ഛേദങ്ങളായ 5, 6, 7, 8, 9, പിന്നെ അതുപോലെ 60, 324, 366, 367, 379, 380, 388, 391, 92, 93, 94 ഇവയൊക്കെ 1949 നവംബർ 26 തന്നെ നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭരണഘടന അഡോപ്റ്റ് ചെയ്തത് 1950 ജനുവരി 26 1949 നവംബർ 26 കുറെ ആർട്ടിക്കിൾസ് ഒക്കെ നിലവിൽ വന്നു. ഇപ്പൊ പൗരത്വത്തിനെ പറ്റി പ്രതിപാദിക്കുന്നത്, ഇലക്ഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്, പ്രൊവിഷണൽ പാർലമെന്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾസ്, ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞ ആർട്ടിക്കിൾസ് ഇല്ലേ, ഒന്നുകൂടെ ഒന്ന് പറയാം. 5, 6, 7, 8, 9, 5, 6, 7, 8, 9, പിന്നെ 60, 324, 366, 367, 379, 380, 388, 391, 392, 393, 394 ഇവയൊക്കെ 1949 നവംബർ 26 തന്നെ നിലവിൽ വന്നു. മറ്റ് വ്യവസ്ഥകളൊക്കെ അടങ്ങുന്ന അനുച്ഛേദം നിലവിൽ വന്നത് 1950 ജനുവരി 26 ഇനി ഭരണഘടന നിലവിൽ വന്ന സമയത്തുണ്ടായിരുന്ന അനുച്ഛേദങ്ങൾ എത്രയാ? 395 അനുച്ഛേദങ്ങളാണ് ഉണ്ടായിരുന്നത്. എത്ര ഷെഡ്യൂൾസ്, എത്ര പട്ടികകളാണ് ഉണ്ടായിരുന്നത്? 8 പട്ടിക, 8 ഷെഡ്യൂൾസ് ആണ് ഉണ്ടായിരുന്നത്. എത്ര ഭാഗങ്ങൾ, എത്ര പാർട്സ് ആണ് ഉണ്ടായിരുന്നത്? 22 പാർട്സ് ആണ് ഉണ്ടായിരുന്നത്. 395 അനുച്ഛേദം, 8 പട്ടിക, 22 ഭാഗങ്ങൾ. ഇപ്പൊ നിലവിൽ ഏകദേശം 470ഓളം അനുച്ഛേദമുണ്ട്, 12 പട്ടികയുണ്ട്, 25 ഭാഗങ്ങളാണ് ഇപ്പോൾ ഭരണഘടനയിൽ ഉള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. 5 ചോദ്യങ്ങൾ, അതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുക. ഇനി ഇതിന്റെ ബാക്കി വരുന്നുണ്ട്, അടുത്ത ക്ലാസ്സുകളിലായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഒരു ക്ലാസ് പോലും മിസ്സാവാതെ കാണാൻ വേണ്ടി ശ്രമിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ക്ലാസ്സിന്റെ കാര്യം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുത്തേക്കണേ. വീണ്ടും കാണാം. താങ്ക്